പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിലേക്ക് അയച്ച ഒരു താരമാണ് നിഹാൽ സുധീഷ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തരക്കേടില്ലാത്തൊരു പ്രകടനമായിരുന്നു നിഹാൽ കാഴ്ചവെച്ചിരുന്നത്. ആദ്യ മത്സരത്തിൽ തീർത്തും നിഹാലിലൂടെ ഒരുപാട് സ്പീഡി അറ്റാക്കുകൾ കണ്ടിരുന്നു. മികച്ച പ്രകടനമായിരുന്നു താരം മത്സരത്തിലുടനീളം കാഴ്ചവെച്ചിരുന്നത്. ഇന്ന് പഞ്ചാബിന്റെ രണ്ടാമത്തെ മത്സരം ഒഡീഷ എഫ്സിക്കെതിരെയായിരുന്നു. തീർത്തും ഇന്നത്തെ മത്സരത്തിലും പഞ്ചാബിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു നിഹാൽ കാഴ്ചവെച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യാനും നിഹാലിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചാബ് താരത്തിന് അവസരം കൊടുത്തത് കൊണ്ട് തന്നെ നിലവിൽ പഞ്ചാബ് ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് നിഹാൽ സുധീഷ്. ഇന്നത്തെ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴും നിഹാലിന്റെ പ്രകടനം മികച്ചതായിരുന്നു. മാത്രമല്ല, താരം ഗോൾ നേടിയതിനു ശേഷം ലൂക്ക മരിസന്റെ ജേഴ്സി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരുന്നു. അടുത്തൊരു വാർത്ത, ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസ് ഈസ്റ്റ് ബംഗാളിലാണ് ഉള്ളത്. മാത്രമല്ല, മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ജീക്സ സിംഗും ഈസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. മത്സരത്തിന് മുന്നോടിയായിട്ട് നിലവിലെ ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു ടീമിന് വേണ്ടി എന്നും കളിക്കാനായി ഒരു പ്രൊഫഷണൽ ഫുട്ബോളർക്ക് സാധിക്കില്ല. ഈസ്റ്റ് ബംഗാൾ ടീമിന് വേണ്ടി ഇനി മികച്ച പ്രകടനം കാഴ്ചവെച്ച് നല്ലപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ. പുതിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായാണ് താൻ ഇവിടെ ഈസ്റ്റ് ബംഗാളിൽ എത്തിച്ചേർന്നത്. ബ്ലാസ്റ്റേഴ്സ് ടീമിനെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും താൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. തീർത്തും വലിയൊരു പ്രതീക്ഷയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒരു മത്സരത്തെ ഡിമിട്രോസ് ഉറ്റുനോക്കുന്നത്. എന്തായാലും വരുന്ന ഞായറാഴ്ച ആ ഒരു വാശിയേറിയ പോരാട്ടത്തിനെ നമുക്ക് കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്തായാലും ടീമിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വിപിൻ, ലൂണ, ജീസസ് പോലത്തെ പ്ലേയേഴ്സൊക്കെ അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായേക്കും. ലൂണ തിരികെ വരുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് കൂടുതൽ ശക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫൈനൽ തേർഡിലേക്ക് മികച്ച ക്വാളിറ്റി പാസുകൾ എത്തുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.